നമസ്കാരം. ലോകത്തെ എങ്ങനെ നാശത്തിന്റെ ഗർത്തത്തിൽ തള്ളിയിടാം എന്നോർത്ത് മാത്രം ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്ന വ്യക്തിയാണ് ട്രംപ്. ഓരോ ദിവസവും പുതിയ പ്രശ്നങ്ങളാണ് പശ്ചിമേഷ്യയിൽ ട്രംപ് തിരികൊളുത്തി വെക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് വീണ്ടും ലോക വ്യാപാര രംഗത്തെ ആശങ്കയിലാഴ്ത്തുന്ന പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങൾക്കെതിരെ ചുമത്തിയ പകര ചുങ്കങ്ങൾ റദ്ദാക്കിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സുപ്രീം കോടതി വിധിക്കു പിന്നാലെ 150 ദിവസത്തേക്ക് ആഗോളതലത്തിൽ 10% പകര ചുങ്കം ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനം ട്രംപ് നടത്തിയിരിക്കുകയാണ്. ഇത് സാമ്പത്തിക നയത്തെക്കാൾ രാഷ്ട്രീയ ആധിപത്യം പ്രകടിപ്പിക്കുന്ന നീക്കമായാണ് വിലയിരുത്തപ്പെടേണ്ടത്. സ്വതന്ത്ര വ്യാപാരത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ് ഈ തീരുമാനം. ലോക സമ്പദ് വ്യവസ്ഥ പരസ്പര ആശ്രയത്വത്തിലാണ് നിലനിൽക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ ഏകപക്ഷീയമായ തീരുവ വർധനവ്, പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നുണ്ടാകുമ്പോൾ അതിന്റെ ആഘാതം ആഗോള വിപണികളിൽ വ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. ട്രംപ് തന്റെ പ്രഖ്യാപനം 1974 വ്യാപാര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോഴും നിയമത്തെ ആശ്രയിച്ച് രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിടുന്ന സമീപനമാണ് ഇതിൽ പ്രകടമാകുന്നത്. കോടതി വിധി ഒരു നയം തെറ്റാണെന്ന് വ്യക്തമാക്കിയതിനു പിന്നാലെ അതിനെ മറികടക്കാൻ പുതിയ വഴികൾ കണ്ടെത്തുന്നത് ജനാധിപത്യ സംവിധാനങ്ങളോടുള്ള അവഗണനയായി മാത്രമേ കാണാൻ കഴിയൂ. നിയമത്തിന്റെ അന്തസ്സിനെ മാനിക്കാതെ അതിന്റെ വാചകങ്ങളെ മാത്രം ഉപയോഗിച്ച് അധികാരം ഉറപ്പാക്കാനുള്ള ശ്രമമാണിത്. ഈ നീക്കത്തിന്റെ പ്രധാന ഇരകൾ വികസന രാജ്യങ്ങളായിരിക്കും. അമേരിക്കൻ വിപണിയിൽ ആശ്രയിച്ചുള്ള കയറ്റുമതിയാണ് പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം തന്നെ. 10% അധിക പകരച്ചുങ്കം ചെറിയ തോതിലുള്ള വ്യവസായങ്ങൾക്കും കർഷകർക്കും വൻ തിരിച്ചടിയാണ്. ഉൽപ്പന്നങ്ങൾ വില കൂടുകയും ആവശ്യകത കുറയുകയും തൊഴിലവസരങ്ങൾ ചുരുങ്ങുകയും ചെയ്യും. ആഗോള സാമ്പത്തിക അസമത്വം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ് ഈ തരത്തിലുള്ള സംരക്ഷണവാദ നയം. ഇത് അമേരിക്കയ്ക്കും ദീർഘകാലത്തിൽ ഗുണകരമല്ല. ചരിത്രം തെളിയിക്കുന്നത് വ്യാപാര യുദ്ധങ്ങൾ ഒരിക്കലും ഏകപക്ഷീയമായ വിജയത്തിലേക്ക് നയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റു രാജ്യങ്ങൾ തിരിച്ചടിയായി സ്വന്തം തീരുവകൾ ഉയർത്തുമ്പോൾ അമേരിക്കൻ കയറ്റുമതിക്കാർക്കും അതിന്റെ ആഘാതം നേരിടേണ്ടി വരും. ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റം വർദ്ധിക്കുകയും ഉപഭോക്താക്കൾക്ക് കൂടുതൽ ചെലവേറിയ ജീവിതം നേരിടേണ്ടി വരികയും ചെയ്യും. ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളിൽ പതിവായി കാണപ്പെടുന്ന ഒരു പ്രവണതയാണ് ദേശീയതയുടെ പേരിൽ ആഗോള സഹകരണത്തെ തള്ളിക്കളയുന്നത്. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ സാമ്പത്തിക പുരോഗതി സഹകരണത്തിലൂടെയാണ് സാധ്യമാകുന്നത്, മതിലുകൾ കെട്ടിയല്ല. നിക്ഷേപകരുടെ ആത്മവിശ്വാസം നിലനിർത്താൻ സ്ഥിരതയും ആവശ്യമാണ്. അപ്രതീക്ഷിതമായ തീരുവ പ്രഖ്യാപനങ്ങൾ വിപണികളിൽ അനിശ്ചിതത്വം വളർത്തുകയും ഓഹരി വിപണികളെയും കറൻസി മൂല്യങ്ങളെയും ബാധിക്കുകയും ചെയ്യും. ജനാധിപത്യ രാജ്യത്തിന്റെ നേതാവെന്ന നിലയിൽ കോടതി വിധികളെ മാനിക്കുകയും അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളെ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടത് പ്രസിഡന്റിന്റെ കടമയാണ്. എന്നാൽ ട്രംപിന്റെ ഈ തീരുമാനം ആഭ്യന്തര രാഷ്ട്രീയ പിന്തുണ നേടാൻ ആഗോള സാമ്പത്തിക സമത്വം പോലും പണയം വെക്കാൻ തയ്യാറാണെന്ന സന്ദേശമാണ് നൽകുന്നത്. ലോകം ഇന്ന് സാമ്പത്തികമായി പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലാണ്. ഇത്തരം ഏകപക്ഷീയവും കടുത്തതുമായ തീരുമാനങ്ങൾ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വിശ്വാസക്കുറവും സംഘർഷവുമാണ് സൃഷ്ടിക്കുക. ശക്തമായ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ അടയാളം മറ്റു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന തീരുവകളല്ല, മറിച്ച് നീതിയുള്ള വ്യാപാരവും സഹകരണവുമാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഒരു സാമ്പത്തിക നയം മാത്രമല്ല, ആഗോള വ്യാപാര വ്യവസ്ഥയെ തന്നെ അസ്ഥിരപ്പെടുത്തുന്ന രാഷ്ട്രീയ നീക്കമായി ചരിത്രം രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. ലോക സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാൻ ഇത്തരം സംരക്ഷണവാദ തീരുമാനങ്ങൾക്ക് ശക്തമായ അന്താരാഷ്ട്ര പ്രതികരണവും ചർച്ചകളും അനിവാര്യമാണ്. ഏകാധിപതിയുടെ കിരീടം സ്വയം ചൂടി ലോകത്തെ മുഴുവൻ ഭരിക്കാൻ ട്രംപ് കേവലം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി മാത്രമാണ്, ലോകത്തിന്റെ സ്രഷ്ടാവല്ല.